വനിതാ പോലീസും പുരുഷ പോലീസുകാരും ആരോഗ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് അവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവരെ പിടിച്ചത്. അതാണ് ഞങ്ങൾക്കെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ കാണാൻ സാധിക്കും. ആരോഗ്യമന്ത്രിക്ക് ദേശീയ പ്രവർത്തകരാരും യാതൊരു തരത്തിലുള്ള കയ്യേറ്റമോ ആരോഗ്യമന്ത്രിയുടെ നേരെ കയ്യേറ്റമോ അക്രമം ഉണ്ടായിട്ടില്ല, യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടായിരുന്നെങ്കിൽ ശരീരം കൈകൊണ്ടോ കാലുകൊണ്ടോ അല്ലെങ്കിൽ ഇനി പൊടി കെട്ടുന്ന വടി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ടോ അവരുടെ ദേഹത്ത് ആരെങ്കിലും സ്പർശിച്ചതായിട്ട് ഒരു വീഡിയോയിലും കാണാൻ സാധിക്കും. എല്ലാവരും കൃത്യമായിട്ട് മാധ്യമങ്ങൾ അത് ഒപ്പിയെടുത്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ദേഹത്ത് പരിക്കൊന്നും കാണിച്ചില്ല, കഴുത്തിലിങ്ങനെ പിടിക്കുന്നതായിട്ട്. അത് വാസ്തവവിരുദ്ധമായ ഒരു കാര്യം കുട്ടിച്ചമച്ച് അവരാണ് സത്യത്തിൽ അക്രമം അഴിച്ചുകൊണ്ടത്. ഇന്നലെ DCC ഓഫീസിൽ ആക്രമിച്ചത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ അതുകൂടെയാണ്. ആരോഗ്യ വകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഉയരുന്ന ശക്തമായ പ്രതിഷേധത്തെ തടയുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു കള്ളപ്രചരണമാണിത്. അത് ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള സംശയം.